Hi everyone. Today our topic is implementation of queue using stack. You know what is a queue and a stack. A queue is a first in first out list, whereas a stack is a last in first out list. That is, in a queue we always require the first inserted item, but a stack gives only the last inserted item. നമുക്ക് നോക്കാം എങ്ങനെയാണ് സാധിക്കുകയെന്ന്. Here a queue we are implementing by using two stacks. So our requirement is we have to place the first inserted item to the top of the stack. ആദ്യം ഇൻസേർട്ട് ചെയ്ത ഐറ്റം സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് ക്യൂവിൻ്റെ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. Let queue to be implemented be queue and stacks used to implement queue be stack 1 and stack 2. That is, here we have a queue to be implemented which we are going to implement by using stack 1 and stack 2. And in this situation we are not bothering about the size of the data structures. We assume that we have enough space upon the data structures. നമുക്ക് നോക്കാം. So to implement a data structure of queue, we have to discuss the two important operations of queue, which are insertion and deletions. So first we discuss how to do insertion. Actually we assume that we are going to insert into the queue, but this insertion is done with the help of two stacks. നമുക്ക് നോക്കാം. Our procedure is insert q, x. This procedure inserts an item x into ക്യൂയിലേക്ക് നമ്മൾ ഐറ്റം എക്സിനെ ഇൻസേർട്ട് ചെയ്യാണ്. അത് യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് ടു സ്റ്റാക്സ്, സ്റ്റാക്ക് 1 ആൻഡ് സ്റ്റാക്ക് 2. അല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വൈൽ സ്റ്റാക്ക് 1 ഇസ് നോട്ട് എംപ്റ്റി, പോപ്പ് എവറി എലമെന്റ് ഫ്രം സ്റ്റാക്ക് 1 ആൻഡ് പുഷ് ഇൻ ടു സ്റ്റാക്ക് 2. സ്റ്റാക്ക് 1 എംപ്റ്റി അല്ലാത്തോടത്തോളം കാലം ഓരോ എലമെന്റും സ്റ്റാക്ക് 1 നിന്ന് പോപ്പ് ചെയ്തിട്ട് സ്റ്റാക്ക് 2ലേക്ക് പുഷ് ചെയ്യുക. ദെൻ പുഷ് ആർ എലമെന്റ് എക്സ് ഇൻ ടു സ്റ്റാക്ക് 1. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ എലമെന്റ് സ്റ്റാക്ക് 1ലേക്ക് പുഷ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, പുഷ് എവറി എലമെന്റ് ബാക്ക് ടു സ്റ്റാക്ക് 1. ഈ എല്ലാ എലമെന്റും തിരിച്ച് എവിടേക്ക് തന്നെ വെക്കുകയാണ്? സ്റ്റാക്ക് 1ലേക്ക് തന്നെ വെക്കുകയാണ്. ഇതാണ് 3 സ്റ്റെപ്പുകൾ. ഈ 3 സ്റ്റെപ്പുകൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. We are going to discuss insertion. First step, we want to insert 5 into a queue. Element 5 നമുക്ക് insert ചെയ്യണം. We have to follow the above steps. നമുക്ക് നേരത്തെ പഠിച്ച സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയണത് വെച്ചാൽ, while the stack 1 is not empty, pop every element from stack 1 and push to stack 2. സ്റ്റാക്ക് 1 എന്ന എല്ലാ എലമെൻറ്റും എടുത്ത് സ്റ്റാക്ക് 2ൽ വെക്കാനാണ്. ഈ സന്ദർഭത്തിൽ സ്റ്റാക്ക് 1 ഈസ് എംപ്റ്റി, സോ നത്തിങ് ടു ഡു. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പുഷ് എക്സ് ടു സ്റ്റാക്ക് 1. സ്റ്റാക്ക് 1ലേക്ക് എക്സ് പുഷ് ചെയ്യുക. സോ ആർ എലമെന്റ് 5 ഈസ് നൗ പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക് 1. തേർഡ് സ്റ്റെപ്പ്, സ്റ്റാക്ക് 2 എലമെന്റ്സ് തിരിച്ച് സ്റ്റാക്ക് 1ലേക്ക് വെക്കുകയാണ്. അത് ഈ സന്ദർഭത്തിൽ നമുക്കില്ല. സോ വി ഹാവ് ഇൻസേർട്ടഡ് ദ എലമെന്റ് 5 ഇൻ ടു ദ സ്റ്റാക്ക്. Next, one more example we are going to consider. Here we are going to insert an element 10 into Q. 10 എന്നൊരു എലമെന്റ് നമ്മൾ ക്യൂയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. സ്റ്റെപ്പുകൾ എന്താ വെച്ചാൽ, while stack 1 is not empty, copy all elements from stack 1 to stack 2. ഇപ്പോഴത്തെ സ്റ്റാക്ക് 1ന്റെ സിറ്റുവേഷൻ 5 ആണ്. ആ സ്റ്റാക്ക് 1ലത്തെ എലമെന്റ് എടുത്ത് സ്റ്റാക്ക് 2ലേക്ക് വെച്ചു. ദിസ് ഇസ് സ്റ്റാക്ക് 2 ആക്ച്വലി. Then pushed our element again to stack 1. നമ്മുടെ എലമെന്റ് എവിടേക്ക് തന്നെ പുഷ് ചെയ്യാണ്? സ്റ്റാക്ക് 1ലേക്ക് തന്നെ പുഷ് ചെയ്തു. 10. ഇനി തിരിച്ച മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയണ വെച്ചാൽ, സ്റ്റാക്ക് 2ലത്തെ എലമെന്റ്സ് പോപ്പ് ചെയ്ത് തിരിച്ച് സ്റ്റാക്ക് 1ൽ തന്നെ വെക്കുകയാണ് വേണ്ടത്. സോ ആഫ്റ്റർ കോപ്പിയിങ് എലമെന്റ്സ് ഫ്രം സ്റ്റാക്ക് 2 ടു സ്റ്റാക്ക് 1, our stack 1 look like this: 10 and one more element 5. ഇപ്പം നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ്, വി ഫുൾഫിൽഡ് ആ റിക്വയർമെൻറ്റ്. വാട്ട് ആ റിക്വയർമെൻറ്റ് വാസ്, the first inserted item has turned into or has put into the top of the stack.
ആദ്യം ഇൻസേർട്ട് ചെയ്ത 5 നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. One more element we are going to insert, which is 15. The same steps we have to follow. First step, stack 1ത്തെ എലിമെൻറ്റ്സ് സ്റ്റാക്ക് 2ലേക്ക് മൂവ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 5 എന്ന ഈ സ്റ്റാക്ക് 1ത്തെ എലിമെൻറ്റ് പോപ്പ് ചെയ്തു, സ്റ്റാക്ക് 2ലേക്ക് പുഷ് ചെയ്തു. ദെൻ 10 എന്ന എലിമെൻറ്റ് പോപ്പ് ചെയ്തു, സ്റ്റാക്ക് 2ലേക്ക് പുഷ് ചെയ്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ന്യൂ എലിമെന്റ് 15 ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു സ്റ്റാക്ക് 1ലേക്ക് ഇൻസേർട്ട് ചെയ്തു അഥവാ പുഷ് ചെയ്തു. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോപ്പി ബാക്ക് എലിമെന്റ്സ് ഫ്രം സ്റ്റാക്ക് 1 ടു സ്റ്റാക്ക് 2. ഇത് സ്റ്റാക്ക് ആണ്, അപ്പോൾ നമുക്ക് ഏത് എലിമെന്റ് മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ? 10 മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് 10 ഈസ് മൂവ്ഡ് ഇൻ ടു സ്റ്റാക്ക് 1 ആൻഡ് 5 ഈസ് ഓൾസോ പോപ്ഡ് and is moved into stack 1. So again our requirement is fulfilled. Our first inserted item 5 has turned into the top, next 10 and last 15. So we can retrieve the elements from stack 1. ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർഷൻ ചെയ്യണത്. നമുക്ക് ഡിലീഷനും കൂടെ പഠിച്ചാൽ മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. So we can discuss the deletion, how to delete an element from the queue. For that we have a procedure again, delete queue. This procedure deletes an element from the queue. Queue element delete ചെയ്യാണ് ഈ പ്രൊസീജിയർ ചെയ്യണത്. ഡിലീറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഈ പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഫ് സ്റ്റാക്ക് 1 ഈസ് എംറ്റി, സ്റ്റാക്ക് 1 എംറ്റി ആണെങ്കിൽ എറർ കാണിച്ചു, അതായത് അണ്ടർ ഫ്ലോ എന്നുള്ള കേസാണ് വരുന്നത്. അതല്ലെങ്കിൽ പോപ്പ് ആൻ ഐറ്റം ഫ്രം സ്റ്റാക്ക് 1 ആൻഡ് റിട്ടേൺ ഇറ്റ്. എവിടെ നിന്നുള്ള ഐറ്റം പോപ്പ് ചെയ്താൽ മതി? സ്റ്റാക്ക് 1 നിന്ന്. നമ്മൾ നേരത്തെ കണ്ടതാണ്, എലിമെന്റ്സ് എല്ലാം പോപ്പ് ചെയ്യാനുള്ള എലിമെന്റ്സ് എല്ലാം റെഡി ആയിട്ട് സ്റ്റാക്ക് 1ലാണുള്ളത്. അതിനെ പോപ്പ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇനി നമുക്ക് ഈ ഡിലീഷൻ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് നോക്കാതെ. ഡിലീഷനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിലീറ്റ്. നേരത്തെ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വി അസ്യൂം ദാറ്റ് ആർ സ്റ്റാക്ക് ഹാസ് നൗ 15, 10, 5. ഇന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 5 ആണ് കിട്ടുക. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, കാരണം നമ്മൾ ക്യൂയിലേക്ക് ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്തത് 5 ആണ്. സോ ആഫ്റ്റർ ഡിലീഷൻ യുവർ ക്യൂ ബിക്കംസ് ലൈക്ക് ദിസ്, 15 and 10. Then one more element we are going to delete. Again it is done from stack 1. Then 10 is deleted. Then our queue becomes having only element 15. Then you delete this element 15 also. After deleting 15, your queue becomes empty, or stack becomes empty and queue will also be empty. In this way we can implement a queue by using 2 stacks. Next we have implementation of stack using queue. A stack is a LIFO list, that is last in first out list, whereas a queue is a FIFO list. Here in this situation we are going to implement a stack by using 2 queues. 2 queue ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. What our problem is, in a stack we always remove or we always expect the last inserted item, whereas a queue gives the first inserted item. So anyway we should be able to remove the last inserted item first. നമുക്ക് നോക്കാം എങ്ങനെയാണ് സാധ്യമാവുക. Let the stack to be implemented be as and the queues used to implement as be Q1 and Q2, and not bothering about the size of the data structures. And we have to discuss how to do the push and pop operations by using this Q1 and Q2. First we discuss about the push operation. Push is a very simple operation. Push s comma x, that is this procedure pushes an item x onto stack s. To do this, what we are doing is we are simply inserting the item to Q1. നമ്മുടെ ഫസ്റ്റ് ക്യൂവിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യണത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. പുഷ് 5 onto stack. That is, we have actually inserted the element into Q1. Next we plan to push 10. It is also done by inserting it to the Q1, to the same queue Q1.
and to insert 15 also we have inserted into the Q1. So actually we have pushed 3 elements 5, 10 and 15 into the stack. ഇനി ഇത് കൃത്യമായിട്ട് പുഷ് ചെയ്തത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പോപ്പ് ഓപ്പറേഷനും കൂടെ ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റണം. ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം, അതായത് 15 നമുക്ക് ആദ്യം പോപ്പ് ചെയ്യാൻ പറ്റണം, പിന്നെ 10 പോപ്പ് ചെയ്യണം, പിന്നെ 5 പോപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമ്മുടെ ഈ ഇംപ്ലിമെൻറ്റേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. ഇനി പോപ്പിൻ്റെ പ്രൊസീജിയർ നോക്കാം. പോപ്പ്, this name of the procedure, only one argument remains here. This procedure removes an item X from the stack S. നമ്മൾ എന്തായാലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 steps. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണം? നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ടർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ Q1 എപ്പോഴും ഫസ്റ്റ് ഇൻസേർട്ടർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ 1 by 1 delete all elements except the last element from the Q1 and move to or insert to Q2. Q1ൽ ഓരോ എലിമെൻസും ലാസ്റ്റ് എലിമെൻ്റ് അല്ലാത്ത ഓരോ എലിമെൻറ്റും എടുത്തിട്ട്, അതായത് നേരത്തെ കേസിലാണെങ്കിൽ 5 എടുക്കുക, പിന്നെ 10 എടുക്കുക, ഓരോന്നും എടുത്തിട്ട് നമ്മൾ Q2 എന്ന ക്യൂയിലേക്ക് മൂവ് ചെയ്യുക. ഈ ലാസ്റ്റ് എലിമെൻറ്റ് മാത്രം ഇപ്പോൾ Q1ൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. യു ടേക്ക് ദാറ്റ് എലിമെൻറ്റ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിമൂവ് ദ ലാസ്റ്റ് ഐറ്റം ഓഫ് Q1. Q1ത്തെ ലാസ്റ്റ് ഐറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്തു. ദിസ് റിമൂവ്ഡ് ഐറ്റം ഈസ് ആ റിസൾട്ട്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എലിമെൻറ്റ് നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത്. ദെൻ തിരിച്ച് മൂവ് ബാക്ക് ഓൾ എലിമെൻറ്റ്സ് ഫ്രം Q2 ടു Q1. ഇതിന് ശേഷം എല്ലാ എലിമെൻറ്റ്സും തിരിച്ച് Q2 നിന്ന് Q1ലേക്ക് തന്നെ വെക്കണം. എന്നാലും നമുക്ക് അടുത്ത പോപ്പ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ റിട്ടേൺ ദ ഐറ്റം സ്റ്റോർഡ് ഇൻ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ കിട്ടിയ ഐറ്റം റിട്ടേൺ ചെയ്യാം. ഇതാണ് പോപ്പ് എന്ന ഓപ്പറേഷൻ 4 സ്റ്റെപ്സ്. നമുക്കിതും ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്കറിയാം പോപ്പ് ചെയ്യണം വെച്ചാൽ എല്ലാ എലിമെൻസും Q1 ലാസ്റ്റ് എലിമെൻ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലിമെൻസും Q1 Q2ലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ബിഫോർ ഡിലീഷൻ ഓർ പോപ്പ് ഓപ്പറേഷൻ ലെറ്റ് ആർ ക്യൂബ് ഓർ സ്റ്റാക്ക് ബി ലൈക്ക് 5, 10, 15. ഇനി നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 1 by 1 ഡിലീറ്റ് എലിമെൻറ്റ്സ് ഫ്രം Q1 ആൻഡ് മൂവ് ടു Q2 എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ Q1 ആദ്യം ഡിലീറ്റ് ചെയ്യുമ്പോൾ 5 കിട്ടുള്ളൂ, കാരണം അത് Q ആണ്. Qന്ന് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തായിട്ടേ കിട്ടുക. ആ Qനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ Q2ൽ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ റിമൂവ് ചെയ്യുന്നത് 10 ആണ്. അതാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം Q ആണ്. 10 റിമൂവ് ചെയ്തിട്ട് അതും Q2ൽ നമ്മൾ വെച്ചു. ഇനി ബാക്കി Q1ൽ ഒരു എലിമെൻറ്റ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, അതാണ് 15. ആ റിമൂവ് ദ ലാസ്റ്റ് എലിമെൻറ്റ് ഫ്രം Q1 വിച്ച് ഇസ് ആ റിസൾട്ട്, ദാറ്റ് ഈസ് 15. അതാണ് നമ്മുടെ റിസൾട്ട്. 15 ആണ് നമുക്ക് കിട്ടേണ്ടത്, കാരണം നമ്മൾ സ്റ്റാക്കിൽ അവസാനം ഇൻസേർട്ട് ചെയ്തത് 15 ആണ്. അതുകൊണ്ട് നമുക്ക് പോപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോപ്പ് ചെയ്യുമ്പോഴും 15 ആണ് കിട്ടേണ്ടത്. ഈ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞു, നമ്മുടെ 15 നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. അടുത്ത കോപ്പി എലിമെൻറ്റ്സ് ബാക്ക് ഫ്രം Q2 ടു Q1. Q2 നിന്ന് Q1ലേക്ക് തിരിച്ച് എലിമെൻറ്റ്സ് തിരിച്ച് വെക്കണം. Q2 നിന്ന് Q1ലേക്ക് വെക്കുമ്പോൾ Q2 നിന്ന് ഏതാണ് കിട്ടുക? Q2 നിന്ന് ആദ്യം 5 ആണ് കിട്ടുക, കാരണം Q2 ഒരു Q ആണ്. 5 റിമൂവ് ചെയ്തു, തിരിച്ച് Q1ൽ തന്നെ വെച്ചു. 10 റിമൂവ് ചെയ്തു, തിരിച്ച് 10 Q1ൽ തന്നെ വെച്ചു. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു സൈക്കിൾ, ഒരു എലിമെൻറ്റ് നമ്മൾ ഒരു എലിമെൻറ്റ് നമ്മൾ പോപ്പ് ചെയ്തു. ഇനി വി ഹാവ് ടു റിപ്പീറ്റ് ദ എബവ് ഓപ്പറേഷൻസ് ടു ഡു ദ ഫർദർ പോപ്പ്. ഇനിയും പോപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്പറേഷൻസ് വീണ്ടും, ഇപ്പോൾ ക്യൂവിൽ അല്ലെങ്കിൽ സ്റ്റാക്കിൽ 5ഉം 10 ഉള്ളൂ. നെക്സ്റ്റ് ടൈം റിമൂവ് ചെയ്ത് നമുക്ക് 10 കിട്ടണം. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ Q1 എലിമെൻറ്റ്സ് റിമൂവ് ചെയ്യുക, Q2ൽ വെക്കുക. ലാസ്റ്റ് എലിമെൻറ്റ് Q1ൽ എടുക്കുക. ഇവിടുത്തെ സാഹചര്യത്തിൽ 10 വരും. 10ആണ് റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. തിരിച്ച് Q2 നിന്ന് വീണ്ടും Q1ലേക്ക് തന്നെ വയ്ക്കുക. ഓക്കെ, ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ വി ഹാവ് ഇംപ്ലിമെൻറ്റഡ് എ സ്റ്റാക്ക് ഓൾസോ ബൈ യൂസിങ് 2 queues. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റാക്ക് 2 queues ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ.